റെയർ ആയിട്ടുള്ള. ഇപ്പൊ സിദ്ധാർത്ഥിന് അങ്ങനെ ഒരു ഭയങ്കര എനിക്ക് 12-26 അത് ജനിച്ചപ്പോ മുതൽ ഇപ്പൊ വരെ ഉണ്ട്. എന്ന് വെച്ചാല് ഒരാള് വണ്ടി തട്ടി എന്നാ പിന്നെ ഇയാളെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുക, ഇതല്ലേ വേണ്ട. അയാൾ മദ്യപിച്ചു, എന്താ ചെയ്യേണ്ടത്? സിദ്ധാർത്ഥാണ്. അങ്ങനെയാണെങ്കിൽ കേരള സർക്കാർ ഇതിന് ഉത്തരവാദിയാണ്. എന്തിന് കേരളത്തിൽ മദ്യം വിൽക്കുന്നു? അത് ഞാൻ പറഞ്ഞല്ലോ, അതൊരു ഫോളിഷ്നെസ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. അത് അവരെ കുറ്റം പറയുന്നില്ല. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. സിദ്ധാർത്ഥ് പ്രഭുവിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം മദ്യപിച്ച് വാഹനം ഓടിച്ച് റോഡിൽ കിടന്ന് നടുറോഡ് കയറി കിടക്കുന്നു, നാട്ടുകാരോട് പ്രശ്നമുണ്ടാക്കുന്നു, വാഹനം ഓടിച്ച് വന്ന സമയത്ത് മറ്റൊരാളെ വണ്ടിയിൽ തട്ടുന്നു, അല്ലേ? കാൽനട യാത്രക്കാരനെ തട്ടുന്നു. ഗുരുതരമായിട്ടുള്ള വളരെയധികം മോശമായിട്ടുള്ള ആക്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നേക്കുന്നത്. ഈ ഒരു കാര്യം വന്ന സമയം മുതൽ ഇത് സോഷ്യൽ മീഡിയക്കകത്ത് ഇങ്ങനെ കത്തിപ്പടരുന്നു. ഇന്നലെ രാത്രി എന്തോ ആണ് ഈ സംഭവം സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് ക്രിസ്തുമസ്, ഇന്നലെ രാത്രി ഈ ഒരു വിഷയം നടന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്തുമസും അതുപോലെ തന്നെ ന്യൂ ഇയർ, അതോടൊപ്പം തന്നെ ഓണം, മറ്റ് പലവിധ സെലിബ്രേഷൻസ് നടക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്നൊരു ഉൽപ്പന്നമാണ് മദ്യം. മദ്യശാലകൾ ഉണ്ടാകുന്ന ഗ്രോസ് കളക്ഷൻ, കോടികൾ എന്നുള്ള കാര്യം നമ്മൾ സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന കോടികളെ പോലെ കേൾക്കുന്നത് നമ്മൾ അറിയുന്നതൊക്കെയാണ്. കാരണം ഇവിടെ മദ്യപാനികൾ അത്രത്തോളം ഉണ്ട്. അതൊരു മോശം പ്രവണത എന്നല്ല. മദ്യപിക്കുന്നത് ഒരു വ്യക്തിക്ക് മാന്യമായ രീതിയിൽ മദ്യപിക്കുന്നത് നല്ലതാണ്. എന്നാൽ മറ്റുള്ളവരുടെ ജീവിതത്തിനെ ബാധിക്കുന്ന അപകടകരമായ രീതിയിലുള്ള മദ്യപാനം വളരെയധികം മോശമാണ്. ഇന്നലെ ഇദ്ദേഹത്തിന് സംഭവിച്ചത് എന്തായിരിക്കാം എന്നുള്ള കാര്യവും അതോടൊപ്പം തന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താല്പര്യമുള്ളവർ മാത്രം മുന്നോട്ട് കാണുക. അതോടൊപ്പം തന്നെ എനിക്കിതിനകത്ത് യുവതലമുറയിൽപ്പെട്ട ആൾക്കാരോട് ഞാൻ പറയാനുള്ളത്, കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വൈബ് ഇൻസ്റ്റാഗ്രാമിനകത്ത് കാണും, വൈബ് ചെയ്യാൻ വൈബിനെ മദ്യം വേണമെന്നുള്ളത്. മദ്യപിക്കുന്ന ആൾക്കാരും ഇത് കണ്ടിട്ടാണ് തെറി പറയരുത്. കാരണം ഒന്നാം തരം മദ്യപാനിയായിരുന്ന ഒരാളായിരുന്നു ഞാൻ. പലതരത്തിലുള്ള സാഹചര്യങ്ങൾ കടന്നു വന്ന സമയത്ത് മദ്യത്തിന് ആശ്രയിക്കേണ്ടി വരികയും പിന്നീട് അതിൽ നിന്ന് മാറി നടന്നപ്പോൾ മാത്രം ഞാൻ എന്തുമാത്രം മണ്ടത്തരമാണ് കാണിച്ചെന്നുള്ള പിൽക്കാലം മനസ്സിലാക്കിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കാര്യം ഈ മദ്യപാനികളായിട്ടുള്ള ആൾക്കാർക്കാർക്കും ഇദ്ദേഹത്തിനോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതെനിക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയും. കാരണം പാസ്റ്റിൽ എനിക്കും അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് തുടങ്ങാം എന്താ കാര്യം എന്നുള്ളത്. ആദ്യം ഇദ്ദേഹത്തിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം. സിദ്ധാർത്ഥ് പ്രഭു, അതിലൊരു 1-2 കാര്യങ്ങൾ നമുക്ക് കാണാം. ഞാനൊരു ബിഗ് ബോസിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യത്തെ സിദ്ധാർത്ഥാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ബിഗ് ബോസ് 87 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. നമ്മുടെ ചങ്ക് മുടിയും ഋഷി അവിടെ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പുറത്തിരുന്ന് കളി കാണുന്നവർ എല്ലാവരും മാക്സിമം അവന് വോട്ട് ചെയ്തും അല്ലാതെയും പ്രേക്ഷക സപ്പോർട്ട് കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്നായി അവൻ കളിച്ച് വിന്നറായിട്ട് പുറത്തു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സോ ഇത് നമ്മുടെ എന്താണ് ഉപ്പുമുളകിലുള്ള മുടിയന് വേണ്ടിയിട്ട് സിദ്ധാർത്ഥ് പ്രഭു അന്ന് വോട്ട് അഭ്യർത്ഥിച്ച് സംസാരിച്ചിരിക്കുന്ന സംഭവമാണ്. കാരണം അവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കത് മനസ്സിലായ കാര്യമാണ്. ഇതൊന്നുമല്ല, ഇനി വേറെ കാര്യം. ഒരു മാസമേ ആയിട്ടുള്ളൂ ജോയിൻ ചെയ്തിട്ട്. എനിക്ക് അവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്യുന്നത് പാറുക്കുട്ടി എന്ന് പറയുന്നത്. അതായത് അദ്ദേഹം സംസാരിക്കുന്നത് ഇപ്പം മറ്റേ ഉപ്പുമുളകിലുള്ള പാറുക്കുട്ടിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പാറുക്കുട്ടി ശരിക്കും നമുക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ. അത്രയും കൊച്ചു കുട്ടിയായിട്ടില്ല പുള്ളിക്കാരെ. എനിക്ക് തോന്നുന്നു എന്താ പറയാ, ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടാൻ, അതായത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ എലിജിബിൾ ആയിട്ടുള്ള. കാരണം നമ്മള് കൊച്ചു വളർന്നപ്പോ തൊട്ട് നമ്മൾ കാണുന്നില്ല. അതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള. ഇപ്പൊ സിദ്ധാർത്ഥിന് അങ്ങനെ ഒരു ഭയങ്കര. എനിക്ക് 12-26 അത് ജനിച്ചപ്പോ മുതൽ ഇപ്പൊ വരെ ഉണ്ട്. ഇപ്പൊ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അത് ഇനി ഇതുപോലെ തന്നെ അങ്ങ് പോട്ടലേക്ക് സീരിയസ് ആയിട്ട് പറഞ്ഞു. നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ഒക്കെ. അത്രയും ചെറിയ കുട്ടിയായിട്ട് എത്രയും സ്മാർട്ട് ആയിട്ടാണ് ആൾ സംസാരിക്കുന്നത്. നമ്മുടെ മൈൽ സ്റ്റോണിന്റെ ടെലിവിഷൻ അവാർഡ് ഉണ്ടായിരുന്നു, അതിൽ ആൾക്ക് നമ്മള് അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ ആളവിടെ വന്നിട്ട് സ്റ്റേജിലൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോ നമുക്ക് തന്നെ തോന്നും, എന്ന് വെച്ചാൽ ഞാനൊക്കെ ചിലപ്പോ സ്റ്റേജിൽ ആങ്കർ ആണെങ്കിലും ചില സമയത്ത് കൈയൊക്കെ വരയ്ക്കാറുണ്ട്. ആളൊക്കെ എത്ര സ്മാർട്ടായിട്ട് സംസാരിക്കുന്നത്. ഇത് കാണിച്ചെന്ന് വെച്ചാല് ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വളരെയധികം മാന്യമായ സഭ്യമായ ഭാഷ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഈ ഒരു ആക്ട് ഒരു നട്ടപ്പാതി രാത്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞുള്ളതാണ്. തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറയാം. മദ്യപിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ മദ്യപിക്കാത്ത ആൾക്കാർക്കും ഒരു കൂട്ട സമൂഹത്തിലുള്ള ആൾക്കാർക്കും ഇത് അവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് മാത്രം ഈ ആൽക്കഹോളിക് ആയിട്ടുള്ള 2-3 ടൈപ്പ് ആൽക്കഹോളിക് സെറ്റപ്പ് ഉണ്ട്. അഥവാ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് മദ്യപിക്കുക, അഥവാ ഒരു മദ്യം തന്നെ ഒരു ആസക്തിയായിട്ട് മാറുകയും അത് പിന്നെ ഇങ്ങനെ അടിച്ചടിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് തോന്നും, ഇനി എനിക്ക് മദ്യം എൻ്റെ ശരീരത്തിൽ ഏൽക്കത്തില്ലല്ലോ, അതുകൊണ്ട് കൂടുതൽ കഴിക്കാമെന്ന് വരികയും എനിക്ക് ഭയങ്കര കപ്പാസിറ്റി ഉണ്ട്, ഞാൻ മദ്യപിച്ച് കഴിഞ്ഞാൽ വാള് വയ്ക്കത്തില്ല, കൊമിറ്റ് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഗിർവാണം അടിച്ചിട്ട് വീണ്ടും മദ്യം വാരി കയറ്റുന്ന ആൾക്കാർക്ക് ഒരു പരിധി കഴിയുന്ന സമയത്ത് ഇവർക്ക് തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, അവർക്ക് സ്വബോധത്തിൽ ഇല്ല എന്നുള്ള കാര്യം ഇവർക്ക് പോലും മനസ്സിലാകും. പക്ഷെ അവർ ചിന്തിക്കുന്ന അപ്പോഴും ഞാൻ ഓക്കെ ആണെന്നോ ആ ഒരു അവസ്ഥയിലേക്ക് കടന്നുപോയതാണ് ഇദ്ദേഹം.
അതായത് ഏതൊരു മദ്യപാനി ചിലപ്പോൾ ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു അളവിൽ കഴിച്ചാൽ പോലും അദ്ദേഹം അന്ന് വരെ ഏറ്റവും കൂടുതൽ കഴിച്ചതിനെക്കാട്ടിലും പെട്ടെന്ന് ആ ശരീരം റിയാക്ട് ചെയ്യും. അങ്ങനെ ഒരു റിയാക്ഷൻ അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ നിന്നുണ്ടായത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ആക്ട് നടന്നിട്ടുള്ളത്. അല്ലാതെ സ്വബോധത്തിൽ ഇദ്ദേഹം ചെയ്യത്തില്ല, മദ്യം എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇനി ജിഷിൻ മോഹൻ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്, അതൊന്ന് കാണാം. ഇവിടെ കാണുന്ന വീഡിയോയ്ക്കകത്ത് ഒരു വ്യക്തി വ്യക്തമാണ്, അദ്ദേഹം മദ്യപിച്ചിട്ട് ഒരു ബോധവും സുബോധവും ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ചെയ്തത് ഒഫൻസാണ്. ഒഫൻസിന് നിയമപരമായിട്ട് ശിക്ഷ കൊടുക്കാൻ ഈ നാട്ടിലൊരു നിയമവ്യവസ്ഥ ഉണ്ട്. അപ്പം അത് നിലനിൽക്കവേ ഈ നാട്ടുകാരിൽപ്പെട്ട ഒരു വ്യക്തി തന്നെ അദ്ദേഹത്തിന്റെ കഴുത്തിന് മുറുക്കി പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടോ. അതായത് പൊതുമധ്യത്തിൽ ഇയാൾ ചെയ്തേക്കുന്ന ഏറ്റവും വലിയ തെണ്ടിത്തരമൊക്കെയാണ്. സ്വാഭാവികമായിട്ടും ഇതിന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടും സെലിബ്രിറ്റി പരിവേഷമുള്ളതുകൊണ്ട് മാത്രമാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അയാൾ ചെയ്തേക്കുന്ന ഒരു ആക്ടിനെ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ കൂലങ്കുശമായിട്ട് ഇങ്ങനെ കുത്തിയിട്ട് തെറി പറയുകയും ചെയ്ത ആൾക്കാരിൽ ബഹുഭൂരിപക്ഷ ആൾക്കാരും ഈ മദ്യപിച്ചാൽ ഇതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ നിയമപരമായ ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളാരും അറിയാത്തതെന്ന് വെച്ചാൽ അവരാരും സെലിബ്രിറ്റി അല്ലാത്തതുകൊണ്ടാണ്. ഇദ്ദേഹം ഈ ഒരു കാര്യം സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെയാണ് ഇത് പൊതുമധ്യത്തിൽ ഇത്രയും വലിയ ചർച്ചയാകുന്നത്. ഓക്കെ, ജിഷിൻ പറയുന്നത് കേൾക്കാം. നമ്മുടെ ഒരു സഹപ്രവർത്തകൻ സിദ്ധാർത്ഥ് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ വണ്ടി തട്ടി. അതിന്റെ വീഡിയോ ആയിരുന്നു നിങ്ങൾ ഇത്രയും നേരം കണ്ടിരുന്നത്. പക്ഷെ ഇതല്ല, ഇതിനെ ഞാൻ ലഘൂകരിക്കുകയല്ല ചെയ്തത്. ഇതിൽ ഈ നാട്ടുകാർ ചെയ്ത ഒരു പ്രവൃത്തി, അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവര് ചെയ്ത ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾ വണ്ടി തട്ടി എന്നാൽ പിന്നെ ഇയാളെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുക, ഇതല്ലേ വേണ്ട. അയാൾ മദ്യപിച്ചു, എന്താ ചെയ്യേണ്ടത്? ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് റോഡിലൊക്കെ ഇട്ടിട്ട് ചവിട്ടുന്നു. ഇതാണോ കേരളം? ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം? പണ്ട് ഈ പറയുന്ന മധുവിനെ തല്ലിക്കൊന്നു. ഇന്ന് അഥവാ ഇന്നലെ ഈ ഇദ്ദേഹത്തിന് മേൽ ശാരീരിക ആക്രമണം നടത്തിയിട്ടുള്ള ആൾക്കാരെ സത്യം പറഞ്ഞാൽ അവരെ കൊണ്ടുവന്ന് ഒരു പോലീസ് സ്റ്റേഷനിലോ മറ്റുള്ള സ്ഥലങ്ങളിലും മെഡിക്കൽ ചെക്കപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ആക്ട് നടത്തിയിട്ടുള്ള ബഹുഭൂരിഷ ആൾക്കാർ മദ്യപിച്ചിട്ടുള്ളവരായിരിക്കും. നോർമലായിട്ടുള്ള വ്യക്തിയുടെ മുമ്പിലാണ് ഇതേ ഒരു സംഭവം ഇങ്ങനെ ആക്ട് കാണിച്ചു കഴിഞ്ഞാൽ അവരെ ഉടനെ തന്നെ പോലീസിനെ വിളിക്കും, പോലീസിൻ്റെ ഏൽപ്പിക്കും എന്നുള്ള കാര്യം. അവിടെ നിന്നവൻ ഇദ്ദേഹത്തിൻ്റെ മേൽ കയ്യേറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന ആൾക്കാരും അത്ര നോർമലല്ല. അതാണ് കാരണം. കഴിഞ്ഞ ദിവസം ഷാഡോ ലെവലൊക്കെ പോലീസ് എല്ലാ സ്ഥലങ്ങളിലും ഇറങ്ങി ഇത്രമാത്രം ആൾക്കാരൊക്കെ പിടിച്ചു. കാരണം മദ്യപിച്ച് മതോന്മത്തരായിട്ട് നടക്കുന്ന ആൾക്കാർ. കാരണം ക്രിസ്തുമസ് ആഘോഷം അത്രത്തോളം ഉണ്ട്, അത്രത്തോളം മദ്യവിൽപ്പന നടക്കുന്ന ഒരു സമയവും കൂടിയാണ്. അപ്പോൾ പറയും കേരളത്തിൽ എന്തിനാണ് മദ്യം വിൽക്കുന്നത്? നമ്മൾ ഈ ബുദ്ധിയില്ലായ്മ പറയരുത്. മദ്യം എന്നുള്ളൊരു സാധനം ഒരു ഭാഗത്തിൻ്റെ അവർക്ക് മദ്യമില്ലാതെ നമുക്ക് പറ്റത്തില്ല. കാരണം മദ്യപാനിയെ പോലും ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ അവർക്കും വളരെ കുറച്ചളവിൽ മദ്യം കുറച്ച് കൊണ്ടുവന്ന് മാത്രമാണ് അവർ ശരീരത്തിൽ വീണ്ടും റിക്കവറി എടുക്കുക. വിഡ്രോവൽ സിൻഡ്രോം പോലുള്ള മറ്റ് ഭീകരമായിട്ടുള്ള അവസ്ഥയിൽ കടന്നു പോയവർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് എനിക്ക് അടിസ്ഥാനപരമായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ആ ഒരു കാര്യം അറിയാവുന്നതുകൊണ്ടാണ്. അപ്പോൾ മദ്യമില്ലായിരുന്നു കഴിഞ്ഞാൽ ഇവിടെ സ്വാഭാവികമായിട്ട് വ്യാജമദ്യം വരും. വ്യാജമദ്യം വന്നാൽ വ്യാജമദ്യ ദുരന്തം വരും. ഒരുപാട് പേരുടെ കണ്ണും കരളും അതുപോലെ തന്നെ മരണത്തിൻ്റെ ഒരു കൂത്തരങ്ങായിട്ട് മാറുകയും ചെയ്യും. എന്ന് കരുതി മദ്യത്തിന് ആർക്കും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഒരിക്കലും മദ്യം തൊടാതിരിക്കുന്നവൻ മദ്യം തൊടാതെ തന്നെ ഇരിക്കുക. മദ്യത്തിലൂടെ ഒരു വൈബ് നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരവുമാണ്. മദ്യം കഴിച്ച് അടുത്ത ദിവസം രാവിലെ ഉറക്കം എണീച്ചിട്ട് മദ്യപിച്ചിട്ടുള്ള ആൾക്കാർക്ക് പറയാൻ പറ്റും, മദ്യം കഴിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ എണീച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ശാരീരികമായിട്ടുള്ള പിരിമുറുക്കം, മാനസികമായിട്ടുള്ള ഒരു ടെൻഷൻ, ഉത്കണ്ഠ, എന്തൊക്കെ കാര്യങ്ങൾ കടന്നു പോകും. ആ സാധനം ശരീരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം ആകുമ്പോഴാണ് അതിൻ്റെ റിയാക്ഷൻ വരുന്നത്. അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടി അടുത്ത ദിവസം വീണ്ടും അടിക്കും. അങ്ങനെ വരാതെ അടിച്ചടിച്ച് പോകുമ്പോൾ ഇങ്ങനെ ആൽക്കഹോളിക്കായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് പോകും. സോഷ്യൽ ന്യൂയിസൻസ് ആയിട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മദ്യം നിങ്ങൾക്ക് ഒന്നും തരത്തില്ല, മദ്യത്തിലൂടെ നിങ്ങൾക്ക് ഒന്നും നേടാനും പറ്റത്തില്ല. അടിവരായിട്ട് പറയാം, ഒരു തരത്തിലുള്ള ഒരു ആക്ടും മദ്യം കൊണ്ട് നല്ലത് നിങ്ങൾക്ക് ഉണ്ടാവും. എവിടെ പരിതാപമൊന്നുമില്ല ഇപ്പൊ ആർക്കും. എന്ത്, അവനൊരു ആർട്ടിസ്റ്റാണ്, അവനൊരു സെലിബ്രിറ്റിയാണ് എന്ന് വെച്ചാല് മാക്സിമം ഇവരെ ചവിട്ടി താഴ്ത്തണം, അതാണല്ലോ വേണ്ടത്. ഇപ്പൊ കുറെ പേര് പറയായിരിക്കും, എന്താണ് അവൻ ചെയ്തുകൊണ്ടല്ലേ അതന്നെ ചെയ്തതെന്ന്. ഇത് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ നാട്ടുകാരുള്ളത്? ഇവിടെ പോലീസുകാരും കേസും കോടതിയും ഒന്നുമില്ലേ? ഇവരാണോ കൈകാര്യം ചെയ്യുന്നത്? ഈ പുറകിലിരിക്കുന്ന ഈ ലോകത്തിൽ ആദ്യമായിട്ട് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ച ആളൊന്നും അല്ല ഈ സിദ്ധാർത്ഥ്. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലൊക്കെ മിക്കവാറും എല്ലാവരും മദ്യപിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും വണ്ടി ഓടിക്കുന്നത്. അത് നല്ലതെന്നല്ല ഞാൻ പറയുന്നത്, അതിനെ അനുകൂലിക്കുമല്ല ചെയ്യുന്നത്. പക്ഷേ ഇതിന് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല. ഒരാളെ ചവിട്ടി കൂട്ടി ഒരാളെ നാട് റോഡിലിട്ടിട്ട് വലിച്ചിറക്കി കഴുത്തിന് മുറുക്കിയിട്ട് ശ്വാസം മുടിച്ചിട്ടല്ല പ്രതികരിക്കേണ്ടത്. പ്രബുദ്ധ കേരളമാണ് പോലും, പ്രബുദ്ധ കേരളം. നാണമില്ലേ കേരളത്തിലെ ജനങ്ങളെ? നിങ്ങൾക്ക് ഇതിലൊന്നും പ്രതികരിക്കണ്ട അല്ലേ? ബാക്കി എല്ലാത്തിനും ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നുണ്ടല്ലോ. ഇത് അദ്ദേഹം അതിവൈകാരികമായിട്ട് സംസാരിക്കുന്നത്, അദ്ദേഹം ഒരു സെലിബ്രിറ്റി, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ എന്നുള്ള നിലയ്ക്കാണ്. അതിന് നമുക്ക് ആ മുഖവിലേക്ക് തന്നെ എടുക്കാം. പക്ഷേ എങ്കിലും നാട്ടുകാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ നാട്ടുകാരിൽപ്പെട്ട ഒരു വ്യക്തിയെ, കാൽനട യാത്രക്കാരനെ, മറ്റൊരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ തോന്നിയ പോലെ വണ്ടി ഓടിച്ചു വന്ന് ഇടിച്ചു.
അത് മാത്രമേ അവർ ചിന്തിക്കുകയുള്ളൂ. അവരുടെ അതിവൈകാരികത ഉണ്ടാകുന്നത് ആ സ്പോട്ടിൽ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ അവരും ചിന്തിച്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടാകത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ നിന്ന ആൾക്കാരെയും കൊണ്ട് മെഡിക്കൽ ചെക്കപ്പ് ചെയ്തിട്ടുള്ള, ഇദ്ദേഹത്തിൻ്റെ മേൽ കൈവച്ചിട്ടുള്ള ആൾക്കാരെയും മെഡിക്കൽ ചെക്കപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്ക് എത്ര പേർക്ക് ബോധം ഉണ്ടായിരുന്നു നമുക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പൊതുസമൂഹത്തിൻ്റെ അകത്ത് മദ്യപാനം വളരെയധികം നടക്കുന്നു. ഇന്ന് ഈ പറയുന്ന പല സോക്കോൾഡ് ഈ പയ്യനെ വളരെയധികം ക്രൂശിലേറ്റാൻ വേണ്ടി നടക്കുന്ന ആൾക്കാർ പോലും എന്തുമാത്രമായിരിക്കും മദ്യപിക്കുക എന്നുള്ള കാര്യം ചിന്തിക്കണം. എന്ന് കരുതിയിട്ട് വളരെ മാന്യമായിട്ട് മദ്യപിക്കുന്ന ആൾക്കാരുണ്ട്. അഥവാ മദ്യപിക്കുന്നു, സ്വന്തം കാര്യം നോക്കുന്നു, അവർ ഡ്രൈവ് ചെയ്യത്തില്ല, മറ്റൊരാളുടെ തലയിൽ ചിന്തി കയറാനൊന്നും പോകത്തില്ല. പക്ഷേ ഇദ്ദേഹം ഡ്രങ്കൺ ഡ്രൈവ് എന്നുള്ള കാര്യം ചെയ്തേക്കുന്ന അങ്ങേയറ്റം മോശം. അതോടൊപ്പം തന്നെ അത് കാരണം വണ്ടി തട്ടിയത് വേറൊരു കാര്യം. ഇതുപോലത്തെ എത്രയോ കേസ് നിരവധി ഉണ്ടാകുന്നു. പക്ഷേ ഇദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഇത്ര ചർച്ചയായത്. ആണ് സംഭവം. നാണമാണ്, നാണം, ലജ്ജ തോന്നുന്നു കേരളത്തോട്, ലജ്ജ. ജിഷിൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. നാണമില്ലാത്ത കേരളത്തിലെ ആൾക്കാരോടൊക്കെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ എങ്കിലും നമുക്കൊരു ന്യായീകരണമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ആ നാട്ടുകാർ ചെയ്ത് തെറ്റാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. ജിഷിനെ പറഞ്ഞത് 100% കറക്റ്റാണ്. ആരെങ്കിലും കിട്ടാൻ നോക്കിയിരിക്കുകയാണ് നാട്ടുകാർ. സിദ്ധാർത്ഥ അല്ലെങ്കിൽ മറ്റൊരാൾ, കൊച്ചു ചെറുക്കനല്ലേ, കഴുത്തിലൊക്കെ പിടിച്ച് അങ്ങനെ ചെയ്യാമോ? സത്യമായിട്ടോ, ഞാൻ സത്യമായിട്ടും ലിറ്ററലി ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ആ പയ്യന് ശബ്ദം, അതുപോലെ തന്നെ ശ്വാസം ഒന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ ഇങ്ങനെ ആവുന്നു. എങ്ങാനും കഴുത്തിൽ ആ ഒരു കൈ എങ്ങാനും കൂടുതലൊന്നും അമർന്നു പോയിരുന്നെങ്കിൽ ഒരു ജീവനല്ലേ പോകുന്നത്. നമ്മൾ ഒരു ഭയങ്കര മാന്യത, സമൂഹത്തിൻ്റെ സദാചാര ബോധവും മൂല്യബോധവും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിലൂടെ ജീവനെടുക്കാനോ മറ്റൊരാളുടെ ലൈഫിനെ നശിപ്പിക്കാനോ ഉള്ള അധികാരമൊക്കെ നമുക്കാരാ തന്നത്? അതിനുള്ള അധികാരം വല്ലതും ഇവിടെ പ്രത്യേകിച്ച് ഓരോ നാട്ടുകാർക്കും മറ്റുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടോ? സോ അതിൽ ന്യായമുണ്ട്, ജിഷിൻ പറഞ്ഞതിനകത്ത് ന്യായമുണ്ട്. എങ്കിലും ഞാൻ എപ്പോഴും സ്റ്റിൽ ഞാൻ പറയുന്നു, അപ്പോൾ ചോദിക്കാം, നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ആ ഒരു കാര്യം ചെയ്ത് ആ ആക്ടിനെ ഞാൻ ആദ്യമേ വീഡിയോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ല, ആ ഒരു ആക്ട് തെറ്റാണ്. അദ്ദേഹം മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ലായിരുന്നു. അത് കാരണം റോഡിലുണ്ടായ അപകടത്തിനെ നമുക്കൊരു ന്യായീകരിക്കാൻ പറ്റത്തില്ല, അതിനുള്ള ശിക്ഷ ലഭിക്കണം. ബട്ട് അത് ഒരു കാരണമാക്കിക്കൊണ്ട് അദ്ദേഹത്തിനെ കയ്യേറ്റം ചെയ്ത് വളരെ മോശമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതിനോട് യോജിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? എത്രയോ ഡ്രങ്കൺ ഡ്രൈവ്, എത്രയോ അപകടങ്ങൾ, എത്രയോ സംഭവങ്ങളുണ്ട്. അപ്പോഴൊക്കെ ആൾക്കാർ ഉടനെ പോലീസിനെ വിളിക്കും. ഇതെന്താ അവിടെ നടന്നില്ല? അങ്ങനെ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ചെന്ന് കയറി എല്ലാവരും കൂടി ഇതാക്കിയത്. യെസ്, കേരളത്തിൽ ഇതെന്തൊക്കെയാണാവോ നടക്കുന്നത്? പണ്ടൊക്കെ നോർത്ത് ഇന്ത്യയിലല്ലേ എന്നൊക്കെ ആയിരുന്നു. എന്ത് മനുഷ്യന്മാരാണാവോ? അതെ, സത്യം. ആൾക്കാർക്കെല്ലാം ഇങ്ങനെയൊക്കെ പറയുന്നു. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ് ജിഷീൻ എന്നൊക്കെ പറയുന്നു. ഓക്കെ, ഞാനും അദ്ദേഹത്തിനോട് പൂർണ്ണമായിട്ടും എഗ്രി ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും വന്നിട്ടുണ്ട്. ആശംസകൾ. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് വെച്ചാൽ ജിഷിന്റെ ഒരു വീഡിയോ കാണുകയുണ്ടായി. അതിനെ റിയാക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. നടൻ സിദ്ധാർത്ഥ് കുടിച്ച് ലക്ക് കെട്ട് വാഹനം ഓടിച്ച് ഇടിച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ആക്ച്വലി ഈ നടൻ സിദ്ധാർത്ഥ് ആരാണെന്ന് എനിക്കറിയില്ല. അയാൾ നടൻ തന്നെയാണോ എന്ന് അറിയില്ല. ഉപ്പുമുളകും സീരിയലിലുള്ളൊരു നടനാണെന്ന് പറയപ്പെടുന്നു. നമ്മളൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അയാൾ ചെയ്തത് ഓൾറെഡി തെറ്റാണ്. അവർ പറഞ്ഞൊരു ഗ്രേറ്റ് വേർഡ് ഞാൻ ഇതിനകത്ത് ഗ്രേറ്റ് വേർഡ് എന്ന് വെച്ചാൽ അണ്ടർലൈൻ ചെയ്യേണ്ടത് അയാളൊരു ഹ്യൂമൻ ബീങ് ആണ് എന്നുള്ളൊരു കാര്യം. ഹ്യൂമൻ ബീങ്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ മിസ്റ്റേക്സ് ചെയ്യുന്നവരാണ്, നമ്മൾ തെറ്റുകളിലൂടെ സഞ്ചരിക്കുന്നവരാണ്. സമൂഹത്തിൻ്റെ സദാചാര ബോധത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ മറ്റുള്ളവൻ അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് തോന്നുന്നത് തെറ്റാണെന്ന്. എന്നാൽ സമൂഹത്തിനെയോ മറ്റുള്ളവരെയോ ഒരിക്കലും അഫക്റ്റ് ചെയ്യാത്തടത്തോളം കാലം അവൻ്റെ ഫ്രീഡം അവൻ എങ്ങനെ വേണോ എൻജോയ് ചെയ്യാന്നുള്ള സംഭവമുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? വി ആർ ഹ്യൂമൻ ബീങ്സ്. നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണെന്നേ. നമ്മളൊന്നും വലിയ ആനകളോ വലിയ സംഭവങ്ങളോ എന്നൊക്കെ നമ്മൾ മാത്രം ചിന്തിച്ചാൽ മതി. അല്ലാതെ അത് അങ്ങനെ മറ്റൊരു ജീവിയുടെ കണ്ണിൽ പോലും നമ്മളൊരു സംഭവമല്ല. മദ്യപിച്ച് വാഹനം കൊണ്ടിടിച്ചു അല്ലെ? അപ്പോൾ റിയാക്ട് ചെയ്യാൻ തോന്നിയത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതൊരു കമന്റ് ഇട്ടു. എനിക്ക് ഫീൽ ചെയ്ത സ്പോട്ടിൽ തന്നെ കമന്റ് ഇട്ടു. അതൊരു വീഡിയോ ആകണം എന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. കാരണം തെറ്റിനെ തെറ്റുകൊണ്ടല്ല തിരുത്തേണ്ടത്. തെറ്റിനെ തെറ്റുകൊണ്ട് തിരുത്തിയിട്ട് ന്യായം പറയുന്നതിൽ ഒരു അർത്ഥം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അയാൾ ഓൾറെഡി തെറ്റ് ചെയ്തു. ഇറ്റ്സ് ഡൺ. അത് നടന്നു കഴിഞ്ഞു. പിന്നെ അവിടെ എന്ത് കറക്റ്റായിട്ട് ചെയ്യാന്നല്ലേ നമ്മൾ നോക്കേണ്ടത്. അത്രയും വലിയ കൊടും പാതകം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം കേരളത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച ആദ്യത്തെ വ്യക്തിയല്ല ഇയാൾ. അങ്ങനെയാണെങ്കിൽ കേരള സർക്കാർ ഇതിന് ഉത്തരവാദിയാണ്. എന്തിന് കേരളത്തിൽ മദ്യം വിൽക്കുന്നു? അത് ഞാൻ പറഞ്ഞല്ലോ, അതൊരു ഫോളിഷ്നെസ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. അത് അവരെ കുറ്റം പറയുന്നില്ല. ബട്ട് അത് ഒരു നാട്ടിൻ്റെ പൗരന്മാരുടെ ഒരു അവകാശവും അത് അവിടെ കൊടുക്കേണ്ടതും അതിനെ കറക്റ്റായിട്ട് ക്രമീകരിച്ച് അതിൽ നടപ്പിലാക്കേണ്ടത് ഗവൺമെൻറ്റുകളുടെ ചുമതലയുമാണ്. മദ്യം പൂർണ്ണമായി നിർത്തലാക്കി കഴിഞ്ഞവിടെ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വിപത്ത് നമ്മളാരും ചിന്തിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറമായിരിക്കും.
അതിന് യാതൊരു സംശയമില്ല. അത് അറിയുന്നവർക്കും വിവരമുള്ളവർക്കും മനസ്സിലാവും. അവർക്ക് വിവരമില്ലെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അത് ചിന്തിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ അത് അങ്ങനെയല്ല എന്നൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ഇനി ഉണ്ടാവും. അപ്പം അത് റെസ്ട്രിക്ട് ചെയ്യാതെ മദ്യം വിൽക്കുന്നുണ്ട്. അത് വാങ്ങിച്ച് കുടിച്ചിട്ട് പുറത്തേക്ക് പോയപ്പോൾ സംഭവിച്ചൊരു കാര്യം. ദെൻ ഇന്നലെ എൻ്റെ സിസ്റ്റർക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു ടിപ്പർ ലോറി വന്ന് ഇങ്ങോട്ട് ഇടിച്ചിട്ട് ഫുൾ വണ്ടി ചളുങ്ങി. അവര് ലോറിക്കാരൻ വണ്ടി ഇട്ടിട്ട് ഇറങ്ങി ഓടിക്കളഞ്ഞു. എന്തായാലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ സിദ്ധാർത്ഥ് ഇറങ്ങി ഓടിയിട്ടില്ല. അന്ന് പലരും പറയുന്ന ആൾക്ക് ഓടാനുള്ള അവസ്ഥയിലാണ് അത്രയും വെക്ക് കെട്ടാൻ നിൽക്കുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, അയാൾ അവിടെ ഉണ്ട്. അയാൾ ചെയ്ത തെറ്റ് അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അയാളെ കൊണ്ട് ആർക്കാണോ നഷ്ടമുണ്ടായത് ആ നഷ്ടപരിഹാരം ചെയ്യിക്കാൻ ഇവിടെ ന്യായമുണ്ട്, നീതിയുണ്ട്, കോടതിയുണ്ട്, പോലീസുണ്ട്. പക്ഷെ പോലീസിനെ ഇവരെല്ലാരെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ജനങ്ങൾ ഇതങ്ങ് കയ്യിലെടുക്കുകയാണ്. ജനങ്ങളുടെ ഒരു റിയാക്ഷൻ വളരെ വളരെ ഭയാനകമായ രീതിയിലായിരുന്നു. അയാളുടെ ഒരു കാല് പിടിച്ച് വളച്ച് ഇവിടെ ഹിപ്പിൽ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്തൊരു ബോഡി ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ നല്ല പെയിൻഫുൾ ആകും. ദെൻ അയാൾ ഇട്ടിരുന്ന ഷർട്ടിനെയൊക്കെ വലിച്ചു കീറിയിട്ട് ഷർട്ട് കൊണ്ട് കഴുത്തിൽ ഇങ്ങനെ കുരുക്കി വലിക്കുന്നുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ വോയിസ് ക്രാക്ക് ആകുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വലിയാണ്. അതിനെതിരെ ആണ് എൻ്റെ ഈ ഒരു സംസാരം. എനിക്ക് പേഴ്സണലിയോ അല്ലെങ്കിൽ സീരിയലിൽ കണ്ടോ പോലും എനിക്ക് ഇയാളൊരു നടനാണോന്ന് പോലും അറിയില്ല. എല്ലാവരും പറയും ഇപ്പം ഞാൻ സീരിയൽ അഭിനയിച്ചുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്ന്. അങ്ങനെയല്ല. അയാളുടെ കയ്യിൽ നിന്ന് ഓൾറെഡി ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞു. അയാളെ പിടിച്ച് മാന്യമായിട്ട് പോലീസിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ അയാളുടെ കാലടിച്ചൊടിക്കാനും അയാളുടെ കഴുത്തിൽ പിടിച്ച് ആ കഴുത്തിൽ പിടിച്ച് കുരുക്കിട്ടത് സ്പെഷ്യലി അയാൾക്കെതിരെയാണ് ഇവിടെ ഏറ്റവും വലിയ ക്രൈം. അയാളാണ് ഏറ്റവും വലിയ ക്രൈം ചെയ്തിരിക്കുന്നത്. മറ്റേ ആള് ഒരർത്ഥത്തിൽ കുടിച്ച് ബോധമില്ലാണ്ടാണ് ഈ ക്രൈം ചെയ്തിരിക്കുന്നത്. നിങ്ങള് ഇപ്പം അമേയ നായർ അവരുടെ പേര്. ഓക്കെ, അപ്പം ഇവരുടെ രണ്ടുപേരുടെയും ജിഷിന്റെയും ഈ റെസ്പോൺസ് പോലെ ഒരുപാട് പേരുടെ റെസ്പോൺസും റിയാക്ഷൻസും ഒക്കെ വരുന്നുണ്ട് സോഷ്യൽ മീഡിയക്കകത്ത്. ഞാനൊരു കാര്യം പറയാം, മദ്യപിക്കുക എന്നുള്ളൊരു കാര്യം പൂർണ്ണമായ അർത്ഥത്തിൽ തെറ്റാണെന്ന് പറയാൻ നിങ്ങൾക്കൊന്നും എനിക്ക് പറ്റത്തില്ല. കാരണം ഇന്ന് പല നമ്മുടെ ദൈവികമായിട്ടുള്ള പരിപാടികളിൽ അഥവാ ദൈവങ്ങൾക്ക് പോലും മദ്യം കൊടുക്കുകയും ദൈവത്തിൻ്റെ വിശ്വാസികൾക്ക് മദ്യം വിളമ്പുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. പിന്നെ മദ്യം വിൽക്കരുത്, മദ്യം കുടിക്കരുത്, മദ്യം വിൽക്കരുത്, മദ്യം ഉണ്ടാക്കരുത്, വിൽക്കരുത്, അത് വിഷമാണെന്ന് പറയുന്ന സ്ഥലത്തും അതൊക്കെ കവച്ചു വെച്ചുകൊണ്ട് ഇവിടെ മദ്യ മാഫിയകൾ ഉണ്ടാക്കുന്ന മദ്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പറയാതെ തന്നെ അറിയാം. അതുകൊണ്ട് മദ്യം സൽക്കാരവും മദ്യവും ഒക്കെ മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ് മദ്യം. അതിൽ മര്യാദയ്ക്ക് ഉപയോഗിക്കുക എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ അത് ഇനിയെങ്കിലും ഗവൺമെൻറ്റുകളും മറ്റുള്ള കാര്യങ്ങളും കുഞ്ഞുനാളിൽ കുട്ടികൾക്കടക്കം പഠിപ്പിച്ചു കൊടുക്കുക. സെക്സ് എഡ്യൂക്കേഷൻ പോലെ തന്നെയാണ് ഇതുപോലുള്ള ഡ്രഗ്സിൻ്റെ എഡ്യൂക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ കൊച്ചിലേ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിൽ മനസ്സിലാകും. പക്ഷേ ഞാൻ നിങ്ങളോട് അടിവരായിട്ടൊരു കാര്യം ഞാൻ പറയാം. ഇവിടെ ഈ പയ്യന് സംഭവിച്ചിരിക്കുന്നതിൻ്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് കാര്യങ്ങൾ നമ്മളാരും കണ്ടിട്ടില്ല. എങ്കിലും അദ്ദേഹം ചെയ്തേക്കുന്നത് എവിഡൻ്റാണ്, തെറ്റാണ്. അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട്, ആ വാഹനം ഓടിച്ചതിലൂടെ വേറൊരാൾക്ക് അപകടം പറ്റിയിട്ടുണ്ട്, അത് തെറ്റാണ്, അതിനുള്ള ശിക്ഷ ലഭിക്കണം. മറ്റേ ആ നിരപരാധിയായ വ്യക്തിക്ക് അതിനുള്ള നഷ്ടപരിഹാരം കിട്ടണം. അവിടെ നിന്ന് കൂട്ടുന്നുകൊണ്ട് നാട്ടുകാരെന്ന് പറയുന്ന രീതിയിൽ അവർ കയ്യേറ്റം ചെയ്തിട്ടുള്ള അവർക്കും നിയമപരമായ നടപടിയിലൂടെ ശിക്ഷ ലഭിക്കുക തന്നെ വേണം. അതല്ലേ എൻ്റെ ഒരു ന്യായം. അല്ലാതെ ഇതൊരു കാരണം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഇത് മൊത്തം ചർച്ചയാകുമ്പോൾ ഇതും കൂടെ ചർച്ചയാകണം. അയാളെ കയ്യേറ്റം ചെയ്തവർക്കും കൂടെ ശിക്ഷ കിട്ടുമ്പോൾ മാത്രമേ ഈ ഒരു ശിക്ഷാ നടപടി പൂർത്തിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മദ്യപിച്ചതിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് ചിലപ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് ലൈസൻസ് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ കുറേ അധികം 1-2 വർഷത്തേക്ക് റദ്ദ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള നടപടികളുണ്ടാവും, അത് ഉറപ്പായിട്ടുണ്ടാവും. എന്നാലും അദ്ദേഹത്തിൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന രീതിയിൽ കഴുത്തിലിങ്ങനെ മുറുക്കിങ്ങനെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാണ്? ഒരാളുടെ ജീവൻ എടുക്കാനൊക്കെ നമുക്ക് അധികാരമുണ്ടോ? അല്ലേ? സോ ഗൈസ്, ഉപ്പുമുളകിൻ്റെ അവിടെ കുറേ കമൻറ്റുകൾ കണ്ടു. ഉപ്പുമുളക് എന്നുള്ള സംഭവം ഒരു ശാപം പിടിച്ചതല്ല. ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ലൈഫിൽ സംഭവിച്ചൊരു കാര്യത്തിന് ആ ഒരു പ്രോഗ്രാമുമായിട്ട് കൂട്ടിക്കെട്ടുന്നത് ശരിയല്ല. ഓക്കെ, എന്തായാലും ആ പയ്യനെക്കുറിച്ച് മൊത്തത്തിൽ ഓവറോൾ നമുക്കും അറിയുന്ന കുറേ അധികം ഇടങ്ങളിൽ നിന്നും കിട്ടിയ സൂചന എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു നല്ലൊരു പയ്യനാണെന്നാണ് ഞാൻ അറിയുന്നത്. ഒരു മോശമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല. എന്നാൽ ചില വിവാദങ്ങൾ ചിലയിടത്തൊക്കെ ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്ന അദ്ദേഹം എന്താണ് B16 യാതൊരു ബാർ മറ്റേ പണ്ടത്തെ ഒരു കോൺട്രവേഴ്സി, ആ സംഭവം ഉണ്ടായിടത്ത് അദ്ദേഹത്തിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തോ ഇത് ചിലപ്പോൾ അദ്ദേഹത്തിന് നല്ലതിനാണോ മോശമാണോ എന്ന് കണ്ടു തന്നെ അറിയണം. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് നിങ്ങൾ ആത്മാർത്ഥമായുള്ള അഭിപ്രായം? നിങ്ങൾ ഈ രാജ്യത്തിനകത്തും അതുപോലെ തന്നെ ഈ രാജ്യത്തിന് പുറത്തും താമസിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് കാണുന്നത്? ഒന്ന് മാന്യമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ കാണുന്നത്.